വെൽക്കം ബാക്ക് ടു മോട്ടോഹോളിക് 390. നമ്മളിപ്പോൾ ഉള്ളത് മുംബൈയിലാണ് ഗൈസ്. നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം നമ്മുടെ ഗേറ്റ് ഓഫ് ഇന്ത്യ, അതേപോലെ തന്നെ താജ് ഹോട്ടലൊക്കെ ഇല്ലേ, ഇത് കാണാനാണ് നമ്മളിന്ന് പോണത്. ഇത് രണ്ടും ഈ വീഡിയോയിൽ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ. സേവ് മുല്ലപ്പെരിയാർ, സേവ് കേരള. മുംബൈ ട്രാഫിക് എളുപ്പമല്ലാട്ടോ. മുംബൈ പോലീസും സീന. വരണ നോക്കിയ സാധനം മുംബൈയുടെ തനതായ സാധനം. ഏതാ ബസ് നോക്കിയേ. ഇവിടെ വലിയ ചൂടില്ല കേട്ടോ, അല്ലേ? മുംബൈയിൽ വലിയ ചൂടിന്റെ പ്രശ്നമില്ല. അതെ, ഇത്രയും ക്രൗഡഡ് ആയിട്ടും വലിയ ചൂട് ഫീൽ ചെയ്യണില്ല കേട്ടോ. നമുക്ക് ട്രാഫിക് ഒക്കെ കണ്ട് കാണാം സുഹൃത്തുക്കളെ. ഈ ഫ്ലാറ്റിന്റെ ഒരു സീൻ നോക്കിയേ. ഈ ഫ്ലാറ്റിന്റെ ഒരു സീൻ നോക്കി നിങ്ങൾ. എന്റെ പൊന്നെ, എല്ലാതും ഫില്ലാട്ടോ. എല്ലായിടത്തിനും തുണി ഉണക്കാട്ടുണ്ട്. കൺജസ്റ്റഡ്. എനിക്ക് ആക്ച്വലി ഈ ഫ്ലാറ്റ് താമസം ഇഷ്ടമല്ല ഗൈസ്. അത് അടുപ്പിച്ചടുപ്പി ഒറ്റ ഫ്ലാറ്റ് മാത്രമുള്ളതുകൊണ്ടെങ്കിൽ ഓക്കെ. നമുക്ക് ചുറ്റിന് വ്യൂ കിട്ടണം. ഐ മീൻസ് നമ്മുടെ എന്താ പറയുക, വിൻഡോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തെ ഫ്ലാറ്റിൻ്റെ വിൻഡോ, എവിടെ നോക്കിയാലും അപ്പുറത്തെ ഫ്ലാറ്റിൻ്റെ ചമരും അങ്ങനെ കാണുന്ന സെറ്റപ്പില്ലേ, അത് എനിക്ക് ഇഷ്ടമല്ല. അത് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് എനിക്ക്. സിംഗിൾ ഫ്ലാറ്റ്, ചുറ്റും വേറെ ഫ്ലാറ്റുകളൊന്നും പാടില്ല. അതായത് നമ്മൾ കാഴ്ച മുടങ്ങരുത്. ഫ്ലാറ്റിൽ താമസിക്കാൻ എന്തിനാണ്, നല്ല വ്യൂ കിട്ടാനും ആ ഒരു ഹൈറ്റിൽ നിൽക്കുമ്പോൾ ഒരു ഫീലിനൊക്കെ അല്ലേ. അല്ല, എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അങ്ങനെയാണ് കേട്ടോ. നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ചുറ്റിനും നമ്മുടെ ഒരു ഫ്ലാറ്റ്, അതിന് ചുറ്റിനും പല ഫ്ലാറ്റുകൾ കൊണ്ടുവന്നിട്ട് പിന്നെ എന്തിനാ ആ ഒരു സെറ്റപ്പിൽ നിൽക്കണേ? പ്രൈവസി ഇല്ല, ചുമ്മാ ടാസ്ക്. നമ്മളപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അല്ല, ഇന്ത്യ ഗേറ്റില്ല, ഗേറ്റ് ഓഫ് ഇന്ത്യ. അതിനടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ പാർക്കിങ് മക്കളെ ഡാർക്ക് തന്നെയാ. ബൈക്കൊക്കെ എവിടെ വയ്ക്കുമെന്തോ, വിത്ത് ലഗേജ് ഉള്ളതുകൊണ്ടേ. സർ, ബൈക്ക് പാർക്കിംഗ് ഇതേ. ഓ, ആര് നിൽക്കണവിടെ? അംബാനി. ഇതേ താജ് ഹോട്ടലാണ് ഈ റൈറ്റിൽ കാണുന്നത്. ഐ തിങ്ക് സോ. ഇതാണ് മുംബൈ താജ്. അതന്നെ, ഇതന്നെ സാധനം മോനെ, ഇതന്നെ സാധനം. ഓ, മുംബൈ താജ്. എൻ്റെ മോനെ, ഏത് സെറ്റപ്പില്ലേ അന്തകാലം. ഞാൻ കോവളം താജിൽ പോയിട്ടുണ്ട്, ദ ഗ്രീൻ കോവ് താജ്, അവിടെ ഞാൻ പോയിട്ടുണ്ട്. ഇതേതാ സാധനം നോക്കിയേ, താജ് മുംബൈ. പക്ഷെ ബൈക്ക് അവിടെ പാർക്ക് ചെയ്യാൻ എൻ്റെ പടച്ചോനെ. അതാണ് ചൊറേ. ആ റൈറ്റിൽ അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പേൻ പാർക്ക് ഉണ്ട്. पार्किंग लेफ्ट साइड. इस बाइक एंड लगेज इज सेफ हियर? हाँ, उधर है ना, लेफ्ट राइट में है, बंदा है, लगवाएगा. जाओ. എവിടെയൊക്കെയാണ് പറഞ്ഞാൽ മറ്റേ വണ്ടി പാർക്കിംഗ് ഇത്രയാ ബ്രോ? Bro, luggage is here. Safe here. Luggage लेके जाइए. No problem. Luggage already bike है. Luggage का जिम्मेदारी. Safe है ना? लगेज एंड बैग सेफ है?
बैग लेके जाइए। What to do, bro? Anything parking? Anything safe? Anywhere safe parking? हाँ? आगे से उधर है ना चलो। नंगा बाइक का जिम्मेदारी है, ये सब का नहीं है, बैग का। പാർക്കിംഗ് സീനാ പറയണേ. ബൈക്ക് അവിടെ സേഫ് ആക്കിയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ബ്രോയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നോക്കി വയ്ക്കാൻ, നോക്കിയിട്ട ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ സൈഡ് ഗേറ്റിൻ്റെ കൊണ്ടും താജ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലോട്ടൊക്കെ ഒന്ന് പോവാം. താജ് ഹോട്ടലാണ് ഈ കാണുന്നതും. ഏത് സെറ്റപ്പില്ലേ ഈ കാലത്ത് ഓക്കെ, എന്താ പറയുക, അഫോർഡബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ പലർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുമായിരിക്കാം. അന്നത്തെ കാലത്ത് ഈ താജ് ഹോട്ടല് വേറെ സീനായിരിക്കും അല്ലേ. ഇവിടെ ഈ താജ് ഹോട്ടലിൽ കഴിഞ്ഞാൽ ഒരു സ്ഫോടനം അങ്ങനെ എന്തോ ഉണ്ടായിട്ടുള്ളേ പണ്ടുണ്ട്. പണ്ട് എന്തൊരു ബോംബ് സ്ഫോടനം എന്തുണ്ടായ കഥ ഉണ്ട്, കറക്റ്റ് എനിക്കറിയില്ല. അവിടെ എസ് എൽ ഇടണോ ഈ കാണിച്ചു തരാടാ. മുംബൈ താജ്. നമുക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാം, നല്ല ഒരു വ്യൂ കിട്ടുള്ളൂ. ഇതിലൊക്കെ ഷൂട്ട് റൂമിന് ഏത് ഫണ്ടാവൂലേ. നമ്മളെ കൊണ്ട് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. നമുക്കിനി ഇന്ത്യ ഗേറ്റിനെ അങ്ങോട്ട് പോവാം, അല്ലെ ഗേറ്റ് ഓഫ് ഇന്ത്യനെ അങ്ങോട്ട് പോവാം. ഓക്കെ, തൊട്ട ഫ്രണ്ടിൽ തന്നെ. അങ്ങനെ അപ്പുറ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ നല്ലൊരു താജ് ഹോട്ടലിന്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോനെ ഈ താജ് ഹോട്ടലിന്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു വലിയ ഹോട്ടലും കൂടി ഉണ്ട്, നല്ല ഒരു സ്ട്രൈറ്റ് ബിൽഡിങ്. അതും ഈ താജ് ഹോട്ടലിന് റിലേറ്റഡ് ആണോ എന്താണെന്ന് അറിയില്ല, നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം. വണ്ടിക്ക് അവിടെ ഇരിപ്പുണ്ടോ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോട്ടിൽ 130 rupees കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കടലിൽ വെള്ളത്തിൽ നല്ല ലെങ്ത്തിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു വ്യൂ കാണിച്ചു തരും കേട്ടോ. ഇതിൻ്റെ അത് കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്നതിനാൽ അത്ര ഓക്കെ അല്ല ഗൈസ്. ഓക്കെ, നേരെ നമുക്ക് ബൈക്കിൻ്റെ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ താജ് ഹോട്ടലും ഗേറ്റ് ഓഫ് ഇന്ത്യയും കണ്ടു ഗൈസ്. ഇതിൻ്റെ ഇടയിൽ വേറൊരു പണി കിട്ടി. ഞങ്ങൾക്കൊരു ഹാൻഡ് ബാഗ് ഉണ്ട്. ഹാൻഡ് ബാഗ് എന്തിടാ ഈ ഹാൻഡ് ബാഗിന് ഈ സൈഡ് അതിൽ വലിയ വെയിറ്റ് ഒന്നുമില്ല. ഗോപ്രോൻ്റെ ബാറ്ററീസ് പിന്നെ ഗോപ്രോൻ്റെ ആക്സറീസ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ
ബേഗിനൊരു വെയിറ്റ് കൂടുന്നു. കുഞ്ചുണ്ടിലെ ബേഗിനൊരു വെയിറ്റ് കൂടുതൽ. തിരിഞ്ഞു നോക്കിയപ്പോൾ മെല്ലെ സിബ് തുറക്കാൻ വേണ്ടിയിട്ട് ആളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ പിന്നെ സീനൊന്നും ആക്കിയില്ല. ആള് ബാഗിന് വെയിറ്റ് കൂട്ടിയിട്ട് സിബ് തുറക്കാന്നുള്ളൊരു ഐഡിയ. ഞങ്ങൾ പിന്നെ അപ്പളെങ്കിലും കുഞ്ചു പിടിച്ചു. പിന്നെ ഞങ്ങൾ ചൊറയൊന്നും ഉണ്ടാക്കിയില്ല. നല്ല ഒന്ന് കലിച്ചു നോക്കിയപ്പോൾ ആള് തിരിഞ്ഞു പോയി. പിന്നെ നോക്കിയിട്ട് ആളെ കാണാനില്ല. ആള് നമ്മുടെ ബൈക്ക് ടാർഗറ്റ് ചെയ്ത് പോയിട്ടൊന്നും അറിയില്ല. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞത് റോങ് ആണ് കേട്ടോ. ഈ കാണുന്ന ബിൽഡിങ്ങും ഈ ബിൽഡിങ്ങും രണ്ടും താജിൻ്റെ തന്നെയാണ് കേട്ടോ. പക്ഷെ എൻ്റെ മോനെ താജിൻ്റെ ഫ്രണ്ടിൽ കിടക്കണമെങ്കിൽ എന്തിട്ടാണ് ഓട്ടോബയോഗ്രഫി. ഓട്ടോബയോഗ്രഫി അത് രണ്ടും താജിൻ്റെ തന്നെ എന്താ പറയുക ബിൽഡിങ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് താജിൻ്റെയും ഗേറ്റ് ഓഫ് ഇന്ത്യയുടെയും വിശേഷങ്ങളെല്ലാം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കെ, അതുവരേക്കും ബൈ ബൈ. കുഞ്ചു ബൈ. ഓക്കെ ബൈ ഗൈസ്.